ഹായ്, ഞാൻ നേരിട്ട് കാണാത്ത എൻ്റെ ഇഷ്ട പാട്ടുകാരൻ ഹനാൻ ഷാ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അത്ര വലിയൊരിതൊന്നുമില്ല. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറോ കാര്യമൊന്നും എൻ്റെ അടുത്തില്ല. നിങ്ങളെ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ എടുക്കുകയെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ മിഞ്ഞാന്ന് പറഞ്ഞ പോലെ 3 മില്യൺ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതിലൊരു സബ്സ്ക്രൈബറായിട്ട് കൂട്ടിയാൽ മതി തന്നെ. നല്ല പാട്ടുകാരാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ എവിടെ സ്റ്റേജ് ഷോ വെച്ചാലും അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവലുണ്ട്. ഞാൻ ഒരു പരിപാടിക്ക് വന്നിരുന്നു. എനിക്ക് ആ പരിസരത്ത് അടുക്കാൻ പോലും പറ്റിയിട്ടില്ല. കാണാൻ വലിയ ഇഷ്ടമുള്ള ഒരു ഇതാണ്, നേരിട്ട് കാണണമെന്നുണ്ട്. പറയാൻ പോണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റോങ് ആക്കി എടുക്കരുത് കേട്ടോ. ഇഷ്ടത്തോടെയാണ് പറയണത്, സ്നേഹത്തോടെയാണ് പറഞ്ഞത്. നല്ല പാട്ടുകാരനാണ്, നല്ല ഉയരങ്ങളിലെത്തട്ടെ. നല്ല നല്ല പരസ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. ഒക്കെ ചെയ്ത് നല്ല നിലയിൽ മുന്നോട്ട് പോവുക. നല്ലൊരു ബ്രാൻഡ് കീപ്പ് ചെയ്യുക. ഹനാൻ ഷാ നല്ലൊരു ബ്രാൻഡായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഞാൻ ഈ ചാനൽ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പിന്നെ അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഇന്ന് കണ്ടുവരുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന നിലയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതിലിങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ട് എന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞേ പറ്റൂ. കാരണം ഈയിടായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാണുന്നവർക്ക് എല്ലാവരും ചിലപ്പോൾ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകും. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നാളെ നിങ്ങളെ കുറ്റം പറയാൻ വീണ് കഴിഞ്ഞാൽ അത് അവൻ്റെ തുടക്കം അങ്ങനെ ഇല്ലേന്നില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഇല്ലേന്നില്ലെന്ന് പറയും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടേ. അപ്പോൾ ഒരിക്കലും റോങ് ആക്കി എടുക്കണ്ട. ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ മതി, നെഗറ്റീവല്ല. നല്ല പാട്ടുകാരാണ്, നല്ല കഴിവുകളുണ്ട്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്ത് നോക്കി എത്ര പാട്ടുകാർ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പാട്ടുകാരുണ്ടായിട്ടുണ്ട്. ഇന്ന് അവരൊക്കെ എവിടെയാണ്? വളർത്താൻ അറിയാമെന്നുണ്ടെങ്കിൽ തളർത്താനും അറിയാം എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളി. ലോകത്തുള്ള ഏത് മനുഷ്യന്മാരെടുത്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്യത്യസ്തരാണ് നമ്മൾ മലയാളീസ് അല്ലേ. അതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വീഡിയോസൊന്നും ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ നല്ല പാട്ടുകാരനാണ്, നിങ്ങൾക്കത് സംബന്ധമായിട്ടുള്ള അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല സ്റ്റേജ് ഷോ ഉണ്ട്, അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വല്ല പരസ്യങ്ങൾ ഉണ്ടോ, അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലാതെ വീട്ടിൽ ട്രൗസർ ഇട്ട് നടക്കുന്നതും വീട്ടിലെ ഫാമിലിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മറ്റ് ഈ ഒരു ബ്രാൻഡ് കീപ്പ് ചെയ്യണം. ഞാൻ എങ്ങനെ പറയും, ഒരു കോമാളി ആവരുത് നിങ്ങൾ. നമുക്കൊരു ബ്രാൻഡ് വേണം. നല്ല ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം പോകാൻ നമുക്ക് കഴിയും. മറ്റേത് എല്ലാം ചട്ടും പൊളിഞ്ഞതും ചെളിഞ്ഞതും പൊളിഞ്ഞതൊക്കെ യൂട്യൂബിലും മറ്റുള്ള ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ ഈ സോഷ്യൽ മീഡിയ കൊടുന്നിട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ചിലപ്പോൾ അത്ര കണ്ട് ഉൾക്കൊള്ളണം എന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പല സൗഭാഗ്യങ്ങളും ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളാണ്. നല്ലൊരു കുടുംബമുണ്ട്, കുടുംബമില്ലാത്ത എത്രയോ ആളുകൾ പുറത്തുണ്ട്. നല്ല കഴിവുള്ള ഒരാളാണ്, ഒരു കഴിവില്ലാത്ത ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. ആ സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങളൊന്ന് ബ്രാൻഡാവണം. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പൊന്നുമില്ല കേട്ടോ സുഹൃത്തെ. ഞാൻ കണ്ടിട്ട് പോലും, ഞാൻ നേരിട്ട് കാണാത്തൊരു വ്യക്തിയാണ്. കാണാൻ നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. എൻ്റെ നമ്പർ പോലും ഞാൻ അല്പത്തിലുണ്ട്. ഞാൻ ആഗ്രഹിച്ചതാണ് നിങ്ങളെ കാണണം എന്നുള്ളതൊക്കെ. വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് പറയാണ്, നിങ്ങളൊന്ന് ബ്രാൻഡാവണം. നല്ലൊരു ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. ഫാമിലീസ് എവിടേക്കെങ്കിലൊക്കെ എൻ്റർടൈൻമെൻ്റൊക്കെ ആണെങ്കിൽ ഓക്കെ. അതല്ലാതെ എല്ലാ ചട്ടിയതും പൊളിഞ്ഞതും മുഴുവൻ കൊടുന്നിടരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ ഒരുപാട് ആളുകൾ നിങ്ങളെ കാണുന്നുണ്ട്. 3 മില്യൺ വ്യൂസ് അല്ലെങ്കിൽ 3 മില്യൺ സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറൊന്നുമല്ല. ഇത്രയും ആളുകളിൽ 10 ആളെ നോട്ടം പേച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നിങ്ങളെ ഒരു ഇഷ്ടമുള്ള അത്രയും സ്നേഹമുള്ള ഒരാൾ പറയണമായിട്ട് കണ്ടാൽ മതി. ഒരിക്കലും റോങ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്.
ഈ വീഡിയോ നിങ്ങളിൽ എത്തുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്നും ഇതാവരുത്. എനിക്ക് നിങ്ങളൊന്ന് കാണുന്നുണ്ട്, ഇഷ്ടം കൊണ്ടാണ്. ഓക്കെ.